ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറന്റ് സിറ്റുവേഷൻ. അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന സ്ഥാനം, അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, സോ റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ഇതിന്റെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ്. ഇവിടെ ശരിക്കും കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ബുദ്ധി വന്നതായിട്ടാണ്. അതായത് ഇത്രയും ദിവസം അവരിങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർക്ക്. പക്ഷെ ഇപ്പോൾ അവർ എന്തൊക്കെയോ മനസ്സിലായി, ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. അവർ ആലോചിക്കാൻ തുടങ്ങി, അവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ വളരെ ആണ്ടു പോയിട്ടുണ്ടാകും നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ അവർ എന്താണ്, ഇത് ശരിയാണോ തെറ്റാണോ, ഞാൻ പോകുന്നത് ഏത് വഴിയാണ് എന്നൊന്നും ചിന്തിക്കാനുള്ളൊരു ബോധം ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് ശരിയായ സ്നേഹം എന്നുള്ളത് എവിടെയാണ് ഉണ്ടായിരുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു റോങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു, അവർ ശരിക്കുമുള്ളതല്ല എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല. അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അതിന് കാരണം ഈ ഒരു തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. നിങ്ങളുടെ പേഴ്സണ് പെട്ടെന്നൊന്നും ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഊരി വരാൻ പറ്റില്ല. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു ബ്ലാക്ക് മാജിക് പോലെ, അങ്ങനെയൊക്കെ ആണ് ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് പോലെ കണ്ണ് കെട്ടി നിങ്ങളുടെ പേഴ്സണെ അവിടെ നിർത്തിയേക്കുകയാണ്. ആ ഒരു സമയത്ത് അവര് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സമയത്ത് ഒന്നും തന്നെ കണ്ണു തുറന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണ് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്കത് സാധിക്കുന്നുണ്ട്. കാരണം അവരിപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്, ഡിവൈൻലി അവർ കണക്റ്റഡ് ആണ്. ആദ്യം തേർഡ് പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഡെവിൾ എനർജിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഇവിടെ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഡിവൈൻലി കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ഡെവിൾ എനർജിയിൽ നിന്നും ബാക്ക് ആയിട്ട് വരികയാണ്. അതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്പിരിച്വൽ അവേക്കനസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം, ആ ജേർണിയിലായിരിക്കും അവരിപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതാണ് തെറ്റ്, ഞാൻ പോകുന്ന വഴി ശരിയാണോ, എന്റെ പേഴ്സൺ, അതായത് നിങ്ങളായിരുന്നു ശരിയായിരുന്നത്, അവരുടെ സ്നേഹമാണ് റൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്. എങ്കിൽ പോലും ഇവിടെ സ്റ്റക്ക് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ഈ ഒരു കാര്യത്തില് ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ചില സമയത്ത് അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് അവർ തന്നെ സ്വന്തം ഒരു തീരുമാനം എടുക്കും, ഞാൻ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പുറത്തു വരുന്നൊക്കെ. പക്ഷെ എന്നിട്ട് നിങ്ങളടുത്തോട്ട്, അതായത് റൈറ്റ് ആയിട്ടുള്ള നല്ലൊരു വഴിയിലൂടെ ഞാൻ വരും എന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല, ഇറങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. അത് എളുപ്പവുമല്ല, കാരണം സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നതും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ അവർക്കത് സാധിക്കും, കുറച്ച് ടൈം എടുക്കും, അവർക്കത് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സ്റ്റേബിൾ ആകും, അവര് സ്റ്റേബിൾ ആകണം, ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വളരെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് നിങ്ങളടുത്തോട്ട് തന്നെ ഒരു ന്യൂ പേഴ്സൺ ആയിട്ട്, ആദ്യം ഉണ്ടായിരുന്ന ആ നിങ്ങളെ ഒരു വിലയും തരാത്ത, നിങ്ങളുടെ സങ്കടങ്ങളൊന്നും കാണാതിരുന്ന ആ ഒരു ആ ഒരു വ്യക്തിനെ വേണ്ടാന്ന് വെച്ചിട്ട് പുതിയൊരു ന്യൂ പേഴ്സൺ ആയിട്ട് നിങ്ങളടുത്തോട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റും ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് അവർക്കില്ല. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് തേർഡ് പാർട്ടിന്റെ അടുത്ത് ഒന്നുമില്ല, മനസ്സിലൊരു ചെറിയ സ്ഥാനം പോലും ഇല്ല. അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചാല്, തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി റോങ് ആയിരുന്നു, ഞാൻ പോയത് റോങ് ആയിരുന്നു, അവർക്ക് വേണ്ടത് മാത്രമാണ്, അതായത് സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളടുത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് തേർഡ് പാർട്ടിയിൽ നിന്നോ ആരിൽ നിന്നോ അവർക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ മനസ്സിൽ തേർഡ് പാർട്ടിയുടെ കാര്യം എൻഡായി, പൂർണ്ണമായിട്ടും എൻഡായി.
ഫുൾ എല്ലാ കാര്യവും അവർ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ കാര്യം ഇവിടെ എൻഡായി. ഒരു റീബർത്ത് ആണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു റീബർത്ത് ആണ്. അത് നടക്കും, ഉടനെ തന്നെ നടക്കും. പക്ഷെ കുറച്ച് ടൈം വേണം. അവരിപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും, പക്ഷെ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ അവരെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധമില്ല, നിങ്ങളെ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞ് കേട്ടത് കൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തോട്ട് പോവാതിരിക്കുക. കാരണം അവരിപ്പോൾ സ്പിരിച്വൽ ജേണിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ വളരെ കൺഫ്യൂസ്ഡ് ആണ്, ടെൻസ്ഡ് ആണ്. അവര് തേർഡ് പാർട്ടിയിൽ നിന്നും എങ്ങനെ റിമൂവ് ആയി വരണം എന്നുള്ള കാര്യം അവർക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടി കിട്ടണില്ല ഇപ്പൊ. അതുകൊണ്ട് നിങ്ങളും കൂടി ഇപ്പോൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ കൂടെ ഒരു ടെൻഷൻ ആയിപ്പോ. അപ്പൊ അവർക്കൊരു സമയം കൊടുക്കുക. അവര് വരും. അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിങ്ങളെടുത്തോട്ട് ന്യൂ പേഴ്സൺ ആയിട്ട് കടന്നു വരും. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അവർ അവരെ തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ ലൈഫിൽ വെക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് സ്നേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങളിൽ നിന്നായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക. ശരിക്കുമുള്ള സ്നേഹം എന്താണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങളിൽ നിന്നായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക. അതൊക്കെ അതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിന് കാരണം അവരിപ്പോൾ ഡിവൈൻലി കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ആ തേർഡ് പാർട്ടി എന്ന ഡെവിൾ എനർജിയിൽ നിന്നും അവരിപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടീനെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട്, അതായത് എല്ലാ തരത്തിൽ നിന്നും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളടുത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നതും ലൈഫ് സ്റ്റേബിൾ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അവരുടെ ലൈഫിന് തന്നെയാണ്. കാരണം അവർ സ്പിരിച്വൽ ജേണിയിലായിരിക്കാം. നിങ്ങൾക്ക് അവർ ഇമ്പോർട്ടന്റ് നൽകിയില്ല എന്ന് കരുതി നിങ്ങളെ മറന്നു എന്നൊന്നുമല്ല. നിങ്ങളെയാണ് നിങ്ങളെ മനസ്സിലാക്കിയവർ നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർക്കൊരു സമയം വേണം. തേർഡ് പാർട്ടി എന്ന വ്യക്തിയുടെ അന്ധമായ സ്നേഹത്തില് വീണുപോയതാണ്, കുടുങ്ങിപ്പോയതാണ് എന്നവർ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമായിരിക്കാം. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യുക. അവരുടെ മനസ്സിലുള്ളത് ഇപ്പോൾ ഇങ്ങനെയാണ്. സോ അത് മനസ്സിലാക്കി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് അവർ ഉടനെ തന്നെ എത്തുന്നതാണ്, ഒന്ന് സ്റ്റേബിൾ ആയിട്ട് എത്തുന്നതാണ്. ഈ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുക.